ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജു വിട്ട ഏറ്റവും ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മളിട്ട കമൻറ്റ്സ് മാത്രമേ അവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. സോ അത് എങ്ങനെയാണ് അർജു ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ കമൻറ്റ്സ് കാണാൻ സാധിക്കത്തില്ല. അത് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമൻറ്റ്സ് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കമൻറ്റ്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ സ്പാം കമൻറ്റ്സ് വരാറുണ്ട്. സ്പാം കമൻറ്റ്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മളുടെ ചാനലിൽ ചിലപ്പം കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്പാം കമൻറ്റ്സ് ഒരുപാട് നമ്മളുടെ ഒരു വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ ചാനലിനെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ലിങ്ക്സൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അടിക്കുന്ന സമയത്ത് അതൊക്കെ സ്പാമായിട്ടാണ് കൂട്ടാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റിൻ്റെ ഫിൽട്ടർ ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അതിൽ കമൻറ്റ്സ് ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്രിയേറ്റർ ആരാണോ അയാൾ കണ്ട ശേഷം മാത്രമേ ആ ഒരു കമൻറ്റ് പബ്ലിക് ആവത്തുള്ളൂ. അതായത് റിവ്യൂ ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് പബ്ലിക് ആകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് അർജുൻ്റെ ആ ഒരു വീഡിയോയിലെ കമൻറ്റ്സ് നമ്മൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നത്.